ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മെയ് 11 വിനായക ചതുർത്ഥി. ഭഗവാൻ വിഘ്നേശ്വരന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് വിനായക ചതുർത്ഥി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാൻ വിനായകനെയും കൂടെ പ്രാർത്ഥിക്കുക. സകല വിഘ്നങ്ങളും അകറ്റി നമ്മുടെ എല്ലാ ആഗ്രഹ പൂർത്തീകരണത്തിനും നമ്മളെ സഹായിക്കുന്ന ഭഗവാനാണ് വിഘ്നേശ്വരൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിഘ്നേശ്വരൻ എന്ന പേര് കിട്ടിയത്. തൻ്റെ വാഹനം എന്താണ്? എലിയാണ്. വെറും എലിയല്ല, ചുണ്ടലിയാണ്. ചുണ്ടലിയുടെ പ്രത്യേകത എന്താണ്? എല്ലാം ഇങ്ങനെ കരണ്ട് തിന്നുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ മുഴുവൻ കരണ്ട് തിന്ന് ഭഗവാന്റെ കൃപ വളരെ വേഗം നമ്മളിലേക്ക് എത്തിക്കുന്നതിന് ഉള്ള പ്രതീകമായിട്ടാണ് ചുണ്ടലിയെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറ്റി നമ്മളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് സാധിക്കും. വളരെ ബുദ്ധിശാലിയാണ്. നമ്മൾ ബുദ്ധിശാലിയായ ആളുകളെ പറയും, വലിയ ബുദ്ധിയുള്ള ആളുകളെ പറയും അവൻ ആനത്തലയാണെന്ന് പറയും. അപ്പം വളരെ ബുദ്ധിശാലിയാണ് വിഘ്നേശ്വരൻ. അതുപോലെ തന്നെ വളരെ സൗന്ദര്യമുള്ള ദേവനാണ്. അതുപോലെ തന്നെ സമ്പത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്ന ദേവനാണ്. വിദ്യ നമുക്ക് പ്രദാനം ചെയ്യുന്ന ദേവനാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ദേവനാണ് ഭഗവാൻ വിഘ്നേശ്വരൻ. കലകളുടെ ദേവനാണ്. നൃത്ത ഗണപതിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന ദേവനാണ് ഗണപതി. ഓം ഗം ഗണപതയേ നമ എന്ന നാമം 108 തവണ ജപിച്ചാൽ വളരെ പ്രത്യേകതയാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കലകളുടെയും ശാസ്ത്രങ്ങളുടെയും രക്ഷാധികാരിയും, കലകളുടെയും ശാസ്ത്രങ്ങളുടെയും രക്ഷാധികാരിയും ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവനായ ഗണപതിയെ ഞാൻ വണങ്ങുന്നുവെന്നാണ് ഓം ഗണപതിയെ നമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കലകളുടെയും ശാസ്ത്രങ്ങളുടെയും രക്ഷാധികാരിയും ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവനുമായ ഗണപതിയെ ഞാൻ വണങ്ങുന്നു. ഈ നാമം ഓം ഗണപതിയെ നമ എന്ന് 108 തവണ നമ്മൾ നിരന്തരം ജപിച്ചു കഴിഞ്ഞാൽ സമ്പത്ത്, സമൃദ്ധി, വിജയം, അതുപോലെ തന്നെ ഒരു സ്ഥിരത, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു സ്ഥിരത, ഇവയൊക്കെ ഉറപ്പുവരുത്തുന്നതിനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും മെയ് 11 തീയതി നാരായണ പ്രാർത്ഥനയോടൊപ്പം തന്നെ വിഘ്നേശ്വരനെയും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. വിനായക ചതുർത്ഥിയുടെ പ്രത്യേകത മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.